ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത കല്യാണി. പ്രധാന വാർത്തകൾ. കേന്ദ്ര പദ്ധതികളിൽ ഒന്നുപോലും അർഹരായവർക്ക് ലഭിക്കാതെ പോകരുത് എന്നതാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ഓൺലൈനായി സംവദിച്ചു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിച്ചു. കലാകിരീടം സ്വന്തമാക്കി കണ്ണൂർ. ആയുഷ് മേഖലയിലെ കേരളത്തിന്റെ ശ്രദ്ധേയമായ മുന്നേറ്റത്തെ അഭിനന്ദിച്ച് നീതി ആയോഗ്. KSRTCയിൽ 2 ഗഡുക്കളായി ശമ്പളം നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. ആലപ്പുഴയിൽ നടന്ന കേരള UP രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം സമനിലയിൽ കലാശിച്ചു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 9 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭരണമികവിൽ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം സുഗമമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര പദ്ധതികളിൽ ഒന്നുപോലും അർഹരായവർക്ക് ലഭിക്കാതെ പോകരുത് എന്നതാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ പരിരക്ഷ, സൌജന്യ ചികിത്സാ സഹായം, ജൻ ഔഷധി വഴി മരുന്ന് വിതരണം തുടങ്ങി ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്രം അക്ഷീണം പ്രവർത്തിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കൊല്ലത്ത് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന് കിരീടം. 952 പോയിന്റ് നേടിയാണ് കണ്ണൂർ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 949 പോയിന്റുമായി കോഴിക്കോട് 2ാമതും 938 പോയിന്റോടെ പാലക്കാട് 3ാമതുമെത്തി. തൃശൂരും മലപ്പുറവുമാണ് 4ഉം 5ഉം സ്ഥാനങ്ങളിലെത്തിയത്. 23 വർഷത്തിനു ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ചാമ്പ്യന്മാരാകുന്നത്. സ്കൂളുകളിൽ പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി 249 പോയിന്റുമായി കലാകിരീടം സ്വന്തമാക്കി. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ 116 പോയിന്റോടെ 2ാം സ്ഥാനത്തും 92 പോയിന്റ് നേടി എറണാകുളം സെന്റ് തെരേസാസ് CGHSS പത്തനംതിട്ട കിടങ്ങൂർ SVG VHSSും 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അറബിക് കലോത്സവത്തിൽ 95 പോയിന്റുമായി മലപ്പുറവും കണ്ണൂരും 1ാം സ്ഥാനം പങ്കിട്ടു. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുര 5 നാൾ നയിച്ച പഴയിടം നമ്പൂതിരിക്ക് സംതൃപ്തി. പരാതിക്കിട നൽകാതെ ഭംഗിയായി ഭക്ഷണം നൽകാൻ സാധിച്ചതിലുള്ള സന്തോഷം അദ്ദേഹം ആകാശവാണി വാർത്തയോട് പങ്കുവച്ചു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായി ഇന്ന് മനസ്സിലേറെ സന്തോഷം നൽകുന്ന ദിവസം തന്നെയാണ്. കാരണം ഏതാണ്ട് 1200 പാർട്ടിസിപ്പൻസ് മാത്രം ഉണ്ട് എന്ന് പറയുന്ന ദിവസം ഇന്നും വന്നെത്തി 20,000 ആൾക്കാർ, അതായത് കൊല്ലംകാരും കലോത്സവങ്ങളെ നെഞ്ചേറ്റി തുടങ്ങിയെന്നർത്ഥം. അപ്പോൾ വിവിധ സ്ഥലനാമ പേരുകളിൽ 16 കൗണ്ടറുകളിലായിട്ട് 2400 പേർക്ക് ഒരേ സമയം ഭക്ഷണം വിതരണം ചെയ്യാനുള്ള സംവിധാനത്തോട് കൂടുകയും ഏതാണ്ട് 7000 സ്ക്വയർ ഫീറ്റ് കിച്ചൺ ഞങ്ങൾക്ക് അനുമതി തരികയും ചെയ്തതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞു. ആയുഷ് മേഖലയിലെ കേരളത്തിന്റെ ശ്രദ്ധേയമായ മുന്നേറ്റത്തെ നിതി ആയോഗ് അഭിനന്ദിച്ചു. ദേശീയതല അവലോകനത്തിന്റെ ഭാഗമായി നിതി ആയോഗ് പ്രതിനിധി സംഘം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തിയ ശേഷമുള്ള റിപ്പോർട്ടിലാണ് കേരളത്തെ അഭിനന്ദിച്ചത്. ആയുഷ് രംഗത്ത് കേരളം നൽകുന്ന പ്രാധാന്യത്തിനുള്ള അംഗീകാരമാണ് നീതി ആയോഗിന്റെ അഭിനന്ദനമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. KSRTCയിൽ 2 ഗഡുക്കളായി ശമ്പളം നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. ഒറ്റ ഗഡുവായി എല്ലാ മാസവും 10ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ആദ്യ ഗഡു 10ാം തീയതിക്ക് മുൻപും 2ാമത്തെ ഗഡു 20ാം തീയതിക്കുള്ളിലും നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. KSRTCയുടെ മോശം സാമ്പത്തിക നില കൂടി പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലകളിൽ അഞ്ചുതെങ്ങ്, കടയ്ക്കാവൂർ എന്നീ പഞ്ചായത്തുകളിലും നഗരപ്രദേശങ്ങളിൽ കുറവൻകോണം, ശാസ്തമംഗലം എന്നിവിടങ്ങളിലുമായിരുന്നു ഇന്നത്തെ പര്യടനം. കൊല്ലം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള പര്യടനം ഇന്ന് നെടുമ്പന തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ നടന്നു. നാളെയോടെ ജില്ലയിലെ ഗ്രാമപര്യടനത്തിന് അവസാനമാകും. നഗരപ്രദേശങ്ങളിലെ യാത്ര കൊല്ലം കോർപ്പറേഷനിലെ ഇരവിപുരത്ത് എത്തിച്ചേർന്നു. ഇടുക്കിയിലെ രാജകുമാരി പഞ്ചായത്തിലും കോട്ടയത്ത് തലയാഴം, വെച്ചൂർ ഗ്രാമപഞ്ചായത്തുകളിലുമായിരുന്നു ഇന്നത്തെ യാത്ര. എറണാകുളത്ത് വാഴക്കുളം സൌത്തിലും ശ്രീമൂലനഗരം പഞ്ചായത്തിലുമായിരുന്നു ഇന്ന് പര്യടനം നടന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നഗരസഭയിലും തൃശൂർ ജില്ലയിലെ പടിയൂർ, പൂമംഗലം പഞ്ചായത്തുകളിലും ഇന്ന് യാത്ര നടന്നു. കണ്ണൂരിൽ കണ്ണൂർ കോർപ്പറേഷനിലും മൊകേരി, പന്ന്യന്നൂർ പഞ്ചായത്തുകളിലുമായിരുന്നു ഇന്നത്തെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര. കണ്ണൂരിലെ നഗരപ്രദേശങ്ങളിലെ പര്യടനം ഇന്ന് അവസാനിച്ചു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി മുദ്രാ യോജനയുടെ ഗുണഭോക്താവ് കൊല്ലം ഉമ്മന്നൂർ പഞ്ചായത്തിലെ രത്നമ്മ തന്റെ അനുഭവം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുന്നു.
ഞാൻ മുദ്ര ലോൺ എടുത്തിട്ട് ദേവി ഗാർമെന്റ്സ് എന്ന് പറഞ്ഞൊരു റെഡിമെയ്ഡ് യൂണിറ്റ് ആണ് അമ്പലക്കരയിൽ തുടങ്ങിയിരിക്കുന്നത്. വീട്ടിലെ സാഹചര്യങ്ങളും കടബാധ്യതയും തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ബാങ്കിനെ സമീപിച്ച് ഒരു റെഡിമെയ്ഡ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ലോൺ ആവശ്യപ്പെട്ടു. നല്ല സഹകരണമായിരുന്നു ബാങ്കിൽ നിന്നുണ്ടായത്. ആ ലോൺ എടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇപ്പൊ 2 പേർ കൂടി അവിടെ തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഓണത്തിന് തുണിയെടുക്കാൻ പൈസ തികയാതെ വന്നപ്പോഴത്തേക്ക് ബാങ്കിൽ വന്ന് വീണ്ടും 50,000 രൂപ മാനേജർ സഹായിച്ചു. അതും കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് RS ശശികുമാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മുഖ്യമന്ത്രിക്കും ആദ്യ പിണറായി വിജയൻ മന്ത്രിസഭയിലെ 18 അംഗങ്ങൾക്കും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ നിധിയുടെ ദുർവിനിയോഗം സംബന്ധിച്ച ലോകായുക്ത വിധിക്കെതിരെയുള്ള റിട്ട് ഹർജി ഹൈക്കോടതി പ്രാഥമിക വാദം കേട്ട ശേഷം ഫയലിൽ സ്വീകരിച്ച നടപടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സ്വാഗതം ചെയ്തു. അതേസമയം മുഖ്യമന്ത്രിക്കും ലോകായുക്തയ്ക്കും ലഭിച്ച ഇരട്ട പ്രഹരമാണ് ഹൈക്കോടതി നിർദ്ദേശമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP പറഞ്ഞു. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരമുറപ്പിക്കുന്നതിനായി കേരള നോളജ് എക്കണോമി മിഷൻ നടപ്പിലാക്കുന്ന എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0 പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. മന്ത്രി MP രാജേഷ് നോളജ് എക്കണോമി മിഷൻ ഡയറക്ടർ PS ശ്രീകലയ്ക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തെ സമ്പൂർണ്ണ ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് സാമൂഹിക വകുപ്പ് പദ്ധതികളും പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി R. ബിന്ദു. ഭിന്നശേഷിക്കാർക്കായുള്ള ഏകീകൃത തിരിച്ചറിയൽ കാർഡ് 2ാം ഘട്ട ക്യാമ്പയിൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുഗതാഗത സംവിധാനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ഇനിയും പ്രാപ്യമാകേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നാളെ ഇടുക്കി ജില്ലയിൽ LDF ഹർത്താൽ. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ നടത്തുന്നതെന്ന് LDF ജില്ലാ നേതൃത്വം അറിയിച്ചു. ഇതേ വിഷയത്തിൽ LDFന്റെ നേതൃത്വത്തിൽ നാളെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. അതേസമയം ഗവർണർ നാളെ രാവിലെ 11-ന് ജില്ലയിലെത്തുന്നുണ്ട്. ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനാണ് ഗവർണർ എത്തുന്നത്. ആലപ്പുഴയിൽ നടന്ന കേരള UP രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം സമനിലയിൽ കലാശിച്ചു. 383 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന കേരളം 2 വിക്കറ്റ് 72 റൺസ് എന്ന നിലയിൽ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. കേരളത്തിനെതിരെ 5 വിക്കറ്റ് വീഴ്ത്തിയ അങ്കിത് രജ്പുതാണ് മാൻ ഓഫ് ദി മാച്ച്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര പദ്ധതികളിൽ ഒന്നുപോലും അർഹരായവർക്ക് ലഭിക്കാതെ പോകരുതെന്നതാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ഓൺലൈനായി സംവദിച്ചു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിച്ചു. കലാകിരീടം സ്വന്തമാക്കി കണ്ണൂർ. ആയുഷ് മേഖലയിലെ കേരളത്തിന്റെ ശ്രദ്ധേയമായ മുന്നേറ്റത്തെ അഭിനന്ദിച്ച നീതി ആയോഗ്. KSRTCയിൽ 2 ഗഡുക്കളായി ശമ്പളം നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. ആലപ്പുഴയിൽ നടന്ന കേരള UP രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം സമനിലയിൽ കലാശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.